നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി പാനൽ തയ്യാറാക്കി നൽകിയിട്ടും അനിശ്ചിതത്വത്തിലായി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനങ്ങൾ. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് സുധാംശു ധൂലിയ ചെയർമാനായ കമ്മിറ്റിയാണ് ഇന്റർവ്യൂ നടത്തി പാനൽ തയ്യാറാക്കി 3 മാസങ്ങൾക്ക് മുൻപ് നൽകിയത്. പാനലിൽ ഉൾപ്പെടുത്തിയവരുടെ ബയോഡേറ്റയോ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരുടെ വിശദവിവരങ്ങളോ സർക്കാർ രാജ്ഭവന് കൈമാറാത്തതാണ് നിയമനം വൈകാൻ കാരണം. വിവരങ്ങളുമായി പ്രജിത് മോഹൻ വീണ്ടും ചേരുന്നുണ്ട്. പ്രജിത്ത്, അതായത് ഏതു വിധേനയും വൈകിപ്പിക്കുക, അതാണോ ലക്ഷ്യം? അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നു. കാരണം ഈ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിനുള്ള പാനൽ സെർച്ച് കമ്മിറ്റി തയ്യാറാക്കി നൽകിയിട്ട് ഏതാണ്ട് 3 മാസം പിന്നിടുന്നു. ഇത് ഇങ്ങനെ പാനൽ നൽകിയിട്ടും ഇതിൽ ഇതുവരെയും നിയമനം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന സുധാംശു ധൂലിയ ചെയർമാനായിരുന്ന സെർച്ച് കമ്മിറ്റിയാണ് ഈ പാനൽ തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് നൽകിയത്. പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ പാനൽ അടങ്ങുന്ന മുൻഗണനാ ക്രമമടക്കം നിശ്ചയിച്ച് ഈ പാനൽ ഗവർണർക്കും നൽകിയിരുന്നു. പക്ഷേ ഗവർണർ ഈ ഇന്റർവ്യൂ പാനലിന്റെ വിശദ രേഖകളും അതോടൊപ്പം തന്നെ ബയോഡേറ്റയും മറ്റ് വിവരങ്ങളും നൽകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 60ഓളം പേരെ ഇന്റർവ്യൂ നടത്തിയാണ് ഈ 2 സർവകലാശാലകളിലേക്കുള്ള VC നിയമനത്തിനുള്ള പാനൽ നൽകിയത്. പക്ഷേ ഇവരുടെ ബയോഡേറ്റകളോ ഇവരുടെ വിശദാംശങ്ങളോ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങളോ കൃത്യമായി നൽകിയിരുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു രേഖ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ സെർച്ച് കമ്മിറ്റിയോട് ഈ പാനൽ തയ്യാറാക്കിയ കമ്മിറ്റിയോട് തന്നെ ഇവരുടെ ബയോഡേറ്റ അടക്കമുള്ള വിശദാംശങ്ങൾ രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് ഗവർണറും നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ സെർച്ച് കമ്മിറ്റി ആകട്ടെ ഏതാണ്ട് 2 മാസം കഴിഞ്ഞിട്ടും ഈ പറയുന്ന രീതിയിലുള്ള പാനലിലെ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ബയോഡേറ്റ അടക്കമുള്ള കാര്യങ്ങൾ, ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരുടെ രേഖകൾ, വിശദാംശങ്ങൾ, മറ്റ് ഡോക്യുമെന്റുകൾ ഇവയൊന്നും നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം വന്നതോടെ ഈ VC നിയമനം അത് അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. നിയമനാധികാരി കൂടിയായ ഗവർണർ സ്വീകരിക്കുന്ന നിലപാട് ഇവരെ സംബന്ധിച്ച പ്രത്യേകിച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുത്തവരുടെ വിശദാംശങ്ങൾ ഈ സെർച്ച് കമ്മിറ്റി നൽകിയിരിക്കുന്ന പാനലിലെ ആളുകളുടെ ഈ പറയുന്ന 60ഓളം പേരെ ഇന്റർവ്യൂ നടത്തിയെടുത്ത പാനലിലെ രേഖകൾ, അവരുടെ ബയോഡേറ്റ അടക്കമുള്ള രേഖകൾ നൽകണമെന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. തുടർന്ന് ഇപ്പോൾ സർക്കാരാകട്ടെ ഈ പാനൽ നൽകിയിട്ടും നിയമനം നടത്തിയില്ല എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് അല്ലെങ്കിൽ ഒരു വിഷയം ഉന്നയിച്ച് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജ്ഭവനും സമാനമായൊരു നീക്കത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന വിവരം. അങ്ങനെ വീണ്ടും ഈ VC നിയമനം, പ്രത്യേകിച്ച് ഡിജിറ്റൽ സർവകലാശാല, സാങ്കേതിക സർവകലാശാല എന്നിവിടങ്ങളിലെ VC നിയമനം വീണ്ടും അനിശ്ചിതത്വത്തിലാവുകയാണ്. വീണ്ടും അത് കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കപ്പെടുകയാണ്. കൃഷ്ണരാജ്.